മിന്നലായി സിറാജ് അവതരിച്ചു. അടിമുടി നാടകീയത നിറഞ്ഞ ഓവല് ടെസ്റ്റില് കൈവിട്ടെന്ന് കരുതിയ കളി ഇന്ത്യ പൊരുതിക്കയറി വിജയം പിടിച്ചെടുത്തു. ഇന്ത്യന് മനക്കരുത്തിന് മുന്നില് ഇംഗ്ലണ്ട് കീഴടങ്ങി. തോൽവിയേക്കാള് പരമ്പര നഷ്ടം കൂടി തുറിച്ചുനോക്കിയ കളിയിലാണ് ഇന്ത്യന് പേസർമാര് ഇംഗ്ലീഷ് നിരയെ 367 റൺസിന് എറിഞ്ഞിട്ട് 6 റൺസിന്റെ അവിസ്മരണീയ വിജയം സമ്മാനിച്ചത്. ഇത്രയും സസ്പെൻസും ഭാഗ്യനിർഭാഗ്യങ്ങളും മാറിമറിഞ്ഞ ഒരു ടെസ്റ്റ് മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് അടുത്ത കാലത്തെങ്ങും ഉണ്ടായിട്ടില്ല. ലോർഡ്സില് ഇതുപോലെ ടെൻഷനില് പരകോടി കണ്ട കളിയില് സിറാജ് പ്രതിരോധിച്ച പന്ത് ഉരുണ്ട സ്റ്റമ്പില് തട്ടി ബെയില് ഇളകിയപ്പോൾ ഹൃദയഭേദകമായിരുന്നു. അതിന് സിറാജ് തന്നെ വിജയം കൊണ്ടുവരുന്ന കാവ്യനീതിക്കും ഓവല് സാക്ഷ്യം വഹിച്ചു. പരിക്കേറ്റ ക്രിസ് വോക്സ് വരെ ബാറ്റിംഗിനിറങ്ങാന് നിർബന്ധിക്കപ്പെട്ട കളിയില് 5-ാം ദിനം ഇംഗ്ലണ്ടിന്റെ അവസാന 4 വിക്കറ്റുകളില് 3 സിറാജ് നേടിയപ്പോൾ 1 പ്രസിദ്ധ് കൃഷ്ണ സ്വന്തമാക്കി. പരമ്പരയിലെ നിർണായകമായ 5-ാം ടെസ്റ്റില് ഇംഗ്ലണ്ടിനെ 6 റൺസിന് കീഴടക്കിയ ഇന്ത്യ പരമ്പര സമനിലയിലാക്കി. 5 വിക്കറ്റ് വീഴ്ത്തിയ മുഹമ്മദ് സിറാജും 4 വിക്കറ്റ് വീഴ്ത്തിയ പ്രസിദ്ധ് കൃഷ്ണയും ഇന്ത്യക്ക് അവിസ്മരണീയ വിജയം സമ്മാനിച്ചു. ഇന്ത്യ ഉയർത്തിയ 374 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ശേഷിക്കെ അവസാന ദിനം ജയിക്കാന് 35 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. 6-ന് 339 റൺസെന്ന നിലയില് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിനായി പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞ ആദ്യ 2 പന്തുകളും ബൗണ്ടറി കടത്തിയാണ് ജാമി ഓവറിന് തുടങ്ങിയത്. എന്നാല് തൊട്ടടുത്ത ഓവറില് ജാമി സ്മിത്തിനെ 2 വീഴ്ത്തി മുഹമ്മദ് സിറാജ് മത്സരം ആവേശകരമാക്കി. പിന്നാലെ 80-ാം ഓവറില് ഓവർട്ടണിനെ 9 വിക്കറ്റിനു മുന്നില് കുടുക്കി സിറാജ് വീണ്ടും ഇന്ത്യന് സാധ്യത 11 പന്തുകള് പ്രതിരോധിച്ച ജോഷ് ടങ്ങിന്റെ കുറ്റി 12-ാം പന്തില് തെറിപ്പിച്ച പ്രസിദ്ധ മത്സരത്തെ ആവേശക്കൊടുമുടിയിലേറ്റി. പിന്നാലെ തോളിന് പരിക്കേറ്റ ക്രിസ് വോക്സ് ക്രീസിലേക്ക്. വോക്സിനെ ഒരിടത്ത് നിർത്തി ഗസ് ആറ്റ്കിൻസണ് ഇംഗ്ലണ്ടിനെ മുന്നോട്ടു നയിച്ചപ്പോൾ ഇന്ത്യ വീണ്ടും പ്രതിരോധത്തില്. എന്നാല് 86-ാം ഓവറില് ആറ്റ്കിൻസന്റെ 17 കുറ്റിതെറിപ്പിച്ച് സിറാജ് ഇന്ത്യക്ക് ആവേശജയം സമ്മാനിച്ചു. നേരത്തെ ഹാരി ബ്രൂക്കിന്റെയും ജോ റൂട്ടിന്റെയും സെഞ്ചുറികളും ഇരുവരുടെയും കൂട്ടുകെട്ടും 4-ാം ദിനം ഇംഗ്ലണ്ടിന് മത്സരത്തില് മേൽക്കൈ സമ്മാനിച്ചിരുന്നു. എന്നാല് ഇരുവരെയും പുറത്താക്കി ഇന്ത്യ ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കി. ഇന്ത്യ ഉയർത്തിയ 374 റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റെടുത്ത ഇംഗ്ലണ്ടിന് ഓപ്പണര് സാക് ക്രോളിയെ 14 ആണ് ആദ്യം നഷ്ടമാകുന്നത്. 3-ാം ദിനത്തിലെ അവസാന പന്തില് മുഹമ്മദ് സിറാജ് താരത്തെ പുറത്താക്കുകയായിരുന്നു. അതിനോടകം ബെന് ഡക്കറ്റിനൊപ്പം ഓപ്പണിംഗ് വിക്കറ്റില് ക്രോളി 50 റൺസ് ചേർത്തിരുന്നു. തുടർന്ന് ഒരു വിക്കറ്റ് നഷ്ടത്തില് 50 റൺസെന്ന നിലയില് 4-ാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് അർദ്ധ സെഞ്ചുറി തികച്ച ഓപ്പണര് ബെന് ഡക്കറ്റിന്റെ വിക്കറ്റ് തുടക്കത്തില് നഷ്ടമായി. ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ.